കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടു ഹൽദി ചടങ്ങൊക്കെ നല്ല ഗംഭീരമായിട്ട് അളകാപുരിയില് ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായ അതിഥിയുടെ വരവ്. അങ്ങോട്ട് ആരും ഒരിക്കലും പ്രതീക്ഷ ഒരാളായിരുന്നില്ലത്, നിരഞ്ജനയായിരുന്നു. നിരഞ്ജന അങ്ങനെ ഹൽദിക്കുള്ള നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി വരുവാണ്. നിരഞ്ജനെ കണ്ടതും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. അജയും ജാനകിയും അതോടൊപ്പം തന്നെ ശരണി, അവർക്ക് 3 പേർക്കും അറിയത്തുള്ളൂ നിരഞ്ജനെ കുറിച്ചൊക്കെ. നിരഞ്ജനെ ഇതിനു മുമ്പ് ഫോട്ടോസ് കണ്ടേക്കുന്ന അവരാണ്. അത് മാത്രല്ല അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അങ്ങോട്ട് കയറി വന്നു. പെട്ടെന്ന് ഇങ്ങനെ അജയ് ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ടപ്പം നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, എന്താ അജയ്, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ, എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനകിയുടെ ആയിട്ട് എന്നിട്ട് പറഞ്ഞു, അതെ ജാനകിയടുത്തി, എനിക്ക് ജാനകിയടുത്തി അറിയാട്ടോ, ഞാന് നിരഞ്ജന, അഡ്വക്കേറ്റ് ഉണ്ണിത്താന്റെ മോളാന്ന് പറയാം. പിന്നീട് പറഞ്ഞ ബാന്ന് പറഞ്ഞ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്, അല്ലാതെ പറ്റത്തില്ലോ. അതെ എന്നെ അപർണ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹൽദി ചടങ്ങിന് പ്രത്യേകം വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഈ സമയത്ത് അജയുടെ മുഖമാണെങ്കിൽ വിളറി വെളുത്ത് നിൽക്കുക. എന്താ അജയ്, എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കേ. ഒന്നുമില്ലാന്ന് പറയാ. ഈ സമയത്ത് ബാക്കി എല്ലാരും ഉണ്ട്, അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കുമല്ലോ എന്നൊരു ടെൻഷൻ അജയുടെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നിരഞ്ജന കയറി വരാനും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി. എന്തിനാ നിരഞ്ജന നിന്റെ പുറപ്പാട് എന്തിനാന്ന് ചോദിക്കുക. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, എന്ത്, അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, എന്തിനാ വന്നേന്നോ. ഹൽദി അല്ലേ, ഹൽദി ആഘോഷിക്കേണ്ടേ നമുക്ക്, എത്ര നാളത്തെ ആഗ്രഹമാ, അപ്പൊ ഇതൊന്നങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടേന്ന് ചോദിക്കും. നിരഞ്ജന പ്ലീസ്, നീ ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറയണ. പോകാൻ എങ്ങോട്ട് പോകാനായിട്ട്, എന്നെ അപർണ ക്ഷണിച്ചിട്ട് വന്നാ, നീയോ എന്നെ വിളിച്ചില്ല, അപ്പൊ അപർണ എന്നെയോ ക്ഷണിച്ചു, പ്രത്യേക ഹൽദിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ, അതും അജയുടെ ഹൽദി അല്ലേ, അപ്പൊ എനിക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ. നിരഞ്ജന പ്ലീസ്, നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുന്നോ, അതെങ്ങനെ ഉപദ്രവമാവും, കാരണം ഞാൻ ഏറെ സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസമാണ് ഈ ഹൽദി ചടങ്ങ്. ആ ചടങ്ങല്ലേ നടക്കാൻ പോന്നേ. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിരഞ്ജന ചങ്ക് പറിച്ചു തരും, പക്ഷെങ്കിൽ വെറുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെറുക്കുകയും ചെയ്യും. അത് അജയ് അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. അജയ് പറഞ്ഞു, നിരഞ്ജന നീ എന്തിനാ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നേ, നിന്നോടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞതല്ലേ, ഇനിയിപ്പൊ ഇതെങ്ങാനും അപർണ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. അതെ അജയ്, ഓരോ നിമിഷം നീ നീറ് വേണം ഇവിടെ ഇരിക്കാനായിട്ട്. നിനക്ക് തരുന്ന ഒരു സമ്മാനമായിരിക്കും, ഹൽദിയുടെ സമ്മാനമായിരിക്കും ഇത്. ഇനി ഇത് മാത്രമല്ല, നിന്റെ മാരേജിന്റെ സമയത്ത് വേറെ സമ്മാനം ഞാൻ തരുന്നുണ്ട്, അതിനായിട്ട് നീ കാത്തിരുന്നു. ഇപ്പൊ നീ അടിച്ചു പൊളിക്കുക, നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നന്നായിട്ട് ചിരിച്ചിരിക്കുക, ഇപ്പൊ തന്നെ അപർണ എത്തുമല്ലോ എന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് ഒന്നും നടക്കാത്ത മട്ടില് പെട്ടെന്ന് തന്നെ നിരഞ്ജന അങ്ങോട്ട് പോവാ. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അജയ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പോയിട്ട് എല്ലാവരുടെ ഒപ്പം ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങുക. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ശരണ്യയും ജാനകിയൊക്കെ. ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനകി പെട്ടെന്ന് ശരണ്യയും വിളിച്ചോണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. ഈ സമയം അബിയും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അബിക്ക് അറിയില്ലായിരുന്നു. അബിയോട് ജാനകി പറഞ്ഞു, അതെ ഇതാണ് നിരഞ്ജന, പറഞ്ഞിട്ടില്ലേ അജയുടെ. ഓ മനസ്സിലായി, അപ്പൊ ഇതേവളായിരുന്നില്ല നീ ചോദിക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അബിയേട്ടാ. ഒരു പക്ഷേങ്കില് ഈ കാര്യം എങ്ങാനും ആ വിശ്വനാഥൻ തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇന്ന് ഇവിടെ വെച്ച് അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് അവൾ ഇവിടെ വന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അറിയാലോ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്, 2 വീട്ടുകാരും തമ്മിൽ അടുക്കാനായിട്ടുള്ള ഒരവസരം ദൈവമായിട്ട് കൊണ്ടെത്തന്ന അത് ഇവളായിട്ട് മിക്കവാറും തകർക്കുന്ന തോന്നേ. ഈ സമയം അബി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല ജാനകി, നീ ധൈര്യമായിട്ടിരിക്കുക. എങ്ങനെ ധൈര്യമായിട്ടിരിക്കാൻ അബിയേട്ടൻ പറയണേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ അവള് രണ്ടും കൽപ്പിച്ചുള്ള വരവ്, അവളുടെ മുഖത്തെ ഭാവം കണ്ടോ, അത് ശരിക്കും വെറുതെ ഒരു പെണ്ണിന്റെ ഭാവമല്ല, അവള് രണ്ടും കൽപ്പിച്ചുള്ള വരവാന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് അബി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യാം, അജയനെ വിളിച്ചൊന്ന് സംസാരിക്കാന്ന് പറയാം. ഇനി അവനെ വിളിച്ച് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാ, കുറച്ച് കഴിയുമ്പോഴത്തേനും അപർണയൊക്കെ വരത്തില്ലേ, അവര് വരുന്ന സമയത്ത് ഇവളെന്തേലും വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കാം. ഈ സമയം ശരണ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ജാനകി അടുത്ത് ഇവിടെ വയ്ക്കും, ഞാൻ അവളോടൊന്ന് പോയി സംസാരിക്കാന്ന് പറയണേ. നീ പോയി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ശരണ്യെ, കാരണം അവള് രണ്ടും കൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരത്തില്ല. അപർണ ക്ഷണിച്ചിട്ട് വന്നാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ചോദിക്കാനും പറയാനും പോകണ്ട, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പറയാണ്. ഈ സമയത്താണ് മുത്തശ്ശി പതുക്കെ അങ്ങോട്ട് വരുന്ന. മുത്തശ്ശി നോക്കിയപ്പോ 3 പേരും കൂടി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ആ ജാനകിയുടെ മുഖം കണ്ടാ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തോ പറ്റിയോന്നോ, ഇനി ആ വിശ്വനാഥൻ തമ്പി എങ്ങാനും എന്തേലും പണി ഒപ്പിച്ചോ, അതോ ഇനിയിപ്പം മനത്തെ എന്തെങ്കിലും പ്രശ്നമാണോ, എന്തായാലും അറിഞ്ഞിട്ട് തന്നെ കാര്യം നിർത്ത്. പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. ഈ സമയം ശരണി പറഞ്ഞതേ മുത്തശ്ശി വരുന്നുണ്ടെന്ന് പറയണേ. പെട്ടെന്ന് ജാനകി അബിയൊക്കെ ആ വിഷയം അങ്ങോട്ട് മാറ്റുകയാണ്. അല്ലെ എന്ത് പറ്റി, 3 പേരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ എന്ന് പറയും.
ഒന്നുമില്ലാന്ന് പറയാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ തരികിടെ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ച് ഇവിടെ ഒന്ന് ആലോചിക്കില്ലെന്ന് പറയും. ഈ സമയം അഭി പറഞ്ഞു, മുത്തശ്ശി ഒന്ന് പോയിക്ക്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ ഹൽദിയെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയം അഭി പറഞ്ഞു, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ മാറ്റാതെ വേറെ ഒരു ചിരിച്ച മുഖത്തോടെ നിൽക്കുക, എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങുമെന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവരങ്ങ് ചെന്ന് നോക്കി കഴിയുമ്പം ആ ഒപ്പം നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന നിരഞ്ജനെയാണ് കണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അപർണയും വീട്ടുകാരും കൂടി എത്തുവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അജയ് നിൽക്കുന്നത്. അജയ്ക്കാണ് അവിടുന്ന് എങ്ങനെയായാലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ അപർണ വരുവാണ്. അപർണനെ ആനയിക്കാനായിട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ജാനകിയും എല്ലാരും കൂടെ ചെന്നു. അപ്പൊ അജയാണ് വെള്ളറ് വെളുത്ത് നിൽക്കുക. അജയുടെ മുഖത്തൊരു സന്തോഷമില്ല. അപർണ വന്നിട്ട് എന്ത് പറ്റി അജയ്, അജയുടെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, അവന് ടെൻഷനൊന്നുമില്ല, പിന്നെ ഹൽദിയൊക്കെ അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു നാണമൊക്കെ വരുന്നത്, അതുകൊണ്ടാ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. അങ്ങനെ അപർണേനെ അജയനെയും കൂടെ അങ്ങനെ ആ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടേയിരുത്തുവാണ്. ഹൽദി നടക്കുന്ന സ്ഥലത്ത് കൊണ്ടേയിരുത്തുവാണ്. അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്ന ഈ ഡാൻസ് ചെയ്യുന്ന ഇടയിലും നിരഞ്ജന കാണുന്നുണ്ടായിരുന്നു. നിരഞ്ജനയ്ക്ക് അത് ആ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു. കാരണം അവിടെ ഇരിക്കേണ്ട ആള് താനാണ്, എന്നിട്ടാണ് ഇപ്പൊ അവള് കയറിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഉണ്ണിത്താന്റെ അരിയിലേക്ക് ഭാര്യ വരുവാണ്. ഭാര്യ വന്നിട്ട് പറഞ്ഞു, അല്ലെ നിരഞ്ജന എങ്ങോടെ പോയെന്ന് പറയണേ. നിരഞ്ജന എവിടെ പോയാ എനിക്കറിയില്ല, അവൾ ഡ്രസ്സൊക്കെ മാറി പോയിട്ടുണ്ട്, ഇന്ന് അജയുടെ ഹൽദി ചടങ്ങാന്നാ പറഞ്ഞേ, ഒരു പക്ഷെ ഇനി അവൾ അങ്ങോട്ടായിരിക്കോ പോയിട്ടുണ്ടായിരിക്കോ. ഇത് കേട്ട് ഉണ്ണിത്താൻ പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇത് കേട്ടവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവിടെ പോയി അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം, ഇനി അവിടെ പോയി വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ ചെയ്യുവാ. എടി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നേ, നമ്മളെ വിളിച്ചിട്ടില്ലോ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഹേമ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മോളുടെ ജീവൻ എനിക്ക് ഏറ്റവും വലുത്, ഇനി അവൾ അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ, എന്തെങ്കിലും കടുകൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജേട്ടാ ഉറപ്പായിട്ട് ഞാൻ പറയാം, ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം. നീ ഇങ്ങനെ ഒന്ന് സമാധാനപ്പെട്ടിരിക്കും ഹേമേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഫോണിലേക്ക് വിളിക്കുവാണ്. ആദ്യം ഒന്ന് ബെല്ലടിച്ചു, എടുത്തില്ല, വീണ്ടും രണ്ടാമത് ബെല്ലടിച്ചു. ഈ സമയം കോൾ എടുക്കുവാണ് നിരഞ്ജന. എന്താ കാര്യം ചോദിക്കാം. അല്ല മോളെ നീ എവിടെയാ. ഞാൻ എവിടെയാണെങ്കിൽ അച്ഛൻ എന്താന്ന് ചോദിക്കാം. അല്ല മോളെ നീ എവിടെയെന്ന് പറ. അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാന്ന് അറിയണ്ടെന്ന്. സത്യം പറ, നീ ആ അജയുടെ ഹൽദി ചടങ്ങിന് എങ്ങനെ പോയെന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാ ചോദിക്കണല്ലേന്ന് ചോദിക്കാം. മോളെ നീ ഇങ്ങോട്ട് വരാൻ പറയണ. അതെ, ഇവിടെ ഹൽദി ചടങ്ങ് ആഘോഷമൊക്കെ നടക്കുമല്ലേ അച്ഛാ, പിന്നെ ഞാൻ എങ്ങനെയാ അങ്ങോട്ട് വരുന്നേ. പോരാത്തന്നെ പ്രത്യേകിച്ച് എനിക്ക് ക്ഷണമുണ്ട്, അപർണ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, അപ്പൊ ചടങ്ങുകൾ മൊത്തം കഴിയാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറയാം. മോളെ നീ ഇങ്ങോട്ട് വാ, അച്ഛൻ പറയുന്നത് കേൾക്കുക, ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാം. വേണ്ട, അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ പിന്നെ സീനാവും, അതുകൊണ്ട് വേണ്ട, ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം, എന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം. അങ്ങനെ ഫോൺ വെച്ച് ഈ സമയം ഹേമ വെച്ച് എന്താ, അവൾ എന്താണെങ്കിലും വരുമെന്ന് തോന്നില്ല, അവള് ഹൽദി ചടങ്ങ് മൊത്തം കഴിഞ്ഞിട്ട് വരാന്ന്. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ എടുത്തണം, നിങ്ങൾ കാരണം എങ്ങനെയൊക്കെ. അന്ന് അവൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ മര്യാദയ്ക്ക് അന്നങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരായിരുന്നോ. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇനിയിപ്പൊ നിങ്ങൾ അനുഭവിച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ പറയുമെന്നും പറഞ്ഞിട്ട് ഹേമ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം ഉണ്ണിത്താനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ മഞ്ഞൾ തേക്കൽ ചടങ്ങ് ഒക്കെ നടക്കുവാണ് ഹൽദിക്ക്. അങ്ങനെ എല്ലാവരും പോയി മധുരമൊക്കെ കൊടുത്ത് മഞ്ഞൾ തേക്കുവാണ്. മുത്തശ്ശിയായിട്ടും സൂര്യനാരായണനും വിശ്വനാഥനും എല്ലാവരും അങ്ങനെ പോയി ഹൽദി ചടങ്ങോടെ ആഘോഷമാക്കുവാണ്. അവസാനം നിരഞ്ജനെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. നിരഞ്ജന അങ്ങോട്ട് ചെന്ന് കുറച്ച് മഞ്ഞളെടുത്ത് കൈക്കകത്തേക്ക് അപർണയുടെ മുഖത്ത് തേച്ചു. പിന്നീട് അങ്ങനെ അജയുടെ മുഖത്ത് തേക്കുവാണ്. ഈ സമയത്ത് അജയ് ഇങ്ങനെ വെള്ളറി വെളുത്ത് നിൽക്കുവാണ്. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിരഞ്ജന ഒരു വല്ലാത്തൊരു നോട്ടം കൂടെ നോക്കുന്നുണ്ട്. ഈ സമയം അതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു അബിയും ജാനിയൊക്കെ. ഇനിയിപ്പോ അവൾ അവിടെ നിന്ന് എന്തേലും വിളിച്ചു പറയോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേർ കൂടെ മാരേജ് വിഷസ് ഒക്കെ നേരുവാണ്. അഡ്വാൻസ്ഡ് മാരേജ് വിഷസ് ഒക്കെ നേർന്നു കഴിഞ്ഞപ്പം അവളുടെ താങ്ക്സ് പറഞ്ഞു. പക്ഷെ അജയ് ഒന്നും മിണ്ടിയില്ല. അജയ് ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. പിന്നീട് നിരഞ്ജന അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, നല്ല സുന്ദരിയല്ലേ അവള്, കണ്ടോ ഒരുങ്ങി വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ എന്ന് അജയോട് ചോദിക്കുക. അജയൻ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേങ്കില് അവളുടെ വരവും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപർണയ്ക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം അല്ലെങ്കിൽ നിരഞ്ജനയുടെ ആ നിപ്പും മട്ടും കണ്ടിട്ട് അപർണയ്ക്ക് ഒരു പന്തികേട് തോന്നുകയും ചെയ്തു. ഒരു പക്ഷേങ്കില് അജയ്ക്ക് ഇവളെ ഇഷ്ടമായിരുന്നോ അല്ലെങ്കിൽ അവൾക്ക് അജയനെ ഇഷ്ടമായിരുന്നോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്തൊന്നും അപർണ ഒന്നും മിണ്ടാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും പോയില്ല അജയോട്. അങ്ങനെ പാട്ടും ആഘോഷം എല്ലാം ഗംഭീരമായിട്ട് നടന്ന്
പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിരഞ്ജന വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അജയനെ വിളിച്ച് മാറ്റി നിർത്തി ആ കാര്യം കൂടെ പറഞ്ഞിട്ടാ പോകുന്നത്. അതെ, നാളെ വിവാഹമാണ്. പക്ഷേങ്കിൽ അജയ്ക്ക് ആ സമയം തന്നിട്ടുണ്ട്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് വരെ ഈ നിരഞ്ജന കാത്തിരിക്കും അജയ്ക്ക് വേണ്ടി. ഇപ്പോഴും ഞാൻ അജയുടെ കാമുകി തന്നെയാണ്. പക്ഷെങ്കിൽ അപർണയുടെ കഴുത്തിൽ താലി കെട്ടുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഈ നിരഞ്ജന ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അത്ര സമയം വരെ ഞാൻ സമയം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അജയ് ഒരു നിമിഷം നിൽക്കുകയാണ്. പിന്നീട് അജയ് സങ്കടപ്പെട്ട് മുറിയിലേക്ക് വരിക. ഈ സമയത്ത് ജാനകി അങ്ങോട്ട് വന്നു. ജാനകി, എന്താ അജയ്, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല, എനിക്കറിയാം അവള് നിരഞ്ജന വന്നോണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കും. ഒന്നുമില്ല ഏടത്തി, അവൾ എന്താ നിന്നോട് പറയുന്നുണ്ടേ, അവള് മാറ്റിയെടുത്ത് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതേടപ്പം അജയോർത്ത് ഇനി പറയണോ ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ പറയണോന്നൊരു ചിന്തയുണ്ടായി. അവസാനം രണ്ടും കൽപ്പിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. അതെ, അവള് പറഞ്ഞു ഏട്ടത്തി, എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവള് പറഞ്ഞെന്ന് പറയാ. എന്താ അജയ്, എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. അവള് പറഞ്ഞു, ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അവള് ജീവനോടെ ഇരിക്കില്ലെന്നാ പറഞ്ഞേ. നാളെ അവള് വിവാഹവേദിയിലേക്ക് വരുമെന്നാ പറഞ്ഞേ. അവൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്താ കാണിക്കാന്ന് അറിയത്തില്ല എനിക്ക് ഏട്ടത്തി. എനിക്കറിയത്തില്ല ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന്. ഇത് കേട്ടതും ജാനി കഴിഞ്ഞ്, നീ പേടിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ജാനിയടുത്തല്ലേ പറയണെന്ന് പറഞ്ഞ് അജയനെ ആശ്വസിപ്പിക്കണം. എന്നാലും വേണ്ടായിരുന്നു എടുത്തി, എന്തിനാ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്താലോ, ഞാൻ വിളിച്ചു പറഞ്ഞാലോ അപർണയോട്. അജയ്, നിന്നോട് ഹൽദിക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇത്, എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറയണമെന്ന്. അപ്പൊ നീ ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പൊ ഈ സമയത്താണ് പറയാൻ പോണെന്ന് ചോദിക്കുക, ഈ മുഹൂർത്തം എടുക്കാറായ സമയത്ത്. അല്ല എടുത്തി, എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. പിന്നീട് നീ സമാധാനമായിരിക്കും, ഞാൻ അഭിയേട്ടനോട് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. പിന്നീട് നേരെ അഭിരാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ. അജയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അഭിരാം പറഞ്ഞു, അവള് മണ്ഡപത്തിലേക്ക് വരില്ല, അതല്ലേ വേണ്ടത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, ഉണ്ണിത്താനെ തന്നെ കാണാം, അയാളോട് കണ്ട് കാര്യങ്ങളൊക്കെ പറയാം, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും പറയാം, മോളെ ഒരു കാരണവശാലും മണ്ഡപത്തിലേക്ക് വിടലെന്നുള്ള. അതിൽ കൂടുതൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. അജയുടെ വിവാഹത്തിന് ശേഷം അത് പിന്നെ കുഴപ്പമില്ല, അവളത് മാനേജ് ചെയ്തോളായിരിക്കും എന്ന് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അഭിയേട്ട. കാരണം അവളുടെ ആ വരവും നിപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് അവള് സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ അങ്ങനെ പതുങ്ങിയിരിക്കുന്നതല്ലാന്ന് തോന്നേ. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ലക്ഷ്യങ്ങളുമായിട്ട് അവളുടെ വരവെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് അഭിയും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പോ കല്യാണ സമയത്തറിയാം. ഇനിയിപ്പം അവള് ഇന്ന് പ്രശ്നം ഉണ്ടാക്കുവോ അജയ്, ഇനിയിപ്പോ അവളെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല നിരഞ്ജനനെ, അതോ ഇനിയിപ്പോ അപർണേനെയാണോന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.